രസഗുള നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ. നല്ല സോഫ്റ്റാണ്, സ്പഞ്ചി ആയിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കൊരു സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ രസഗുള നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ. ഉണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി, കുറച്ച് സമയം വേണ്ടി വരും. അതിനുള്ള സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. വേറൊന്നുമല്ല, പഞ്ചസാര, കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പാല്, 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഒരു 2-3 ഏലക്ക, കുറച്ച് മൈദ. ഈ പാല് നമ്മൾ പനീറാക്കി എടുക്കണം, പഞ്ചസാര പാനിയാക്കണം, സിറപ്പ്. ഈ രസഗുള ഉണ്ടാക്കിയിട്ട് ഇതിലാണ് ഇട്ട് വെക്കുന്നത്, അത് തന്നെയാണ് സ്വീറ്റ്നെസ് കയറുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പഞ്ചസാരയുടെ പാനി ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 1 ഗ്ലാസ്, ഈ ഗ്ലാസ് എടുത്തിരിക്കുന്നത് 1 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് അത്രയും തന്നെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലാണ് നമ്മൾ രസഗുള ഇട്ട് വെക്കുന്നത്. അത് നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എൻ്റെ കളറൊക്കെ മാറി. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന അളവിൽ പിന്നെ നല്ല രീതിയിൽ കുറുക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ, പക്ഷേ ഇക്വേഷൻ സെയിം തന്നെ ആയിരിക്കണം, 1:1. നമ്മളിതിലേക്കാണ് ഈ ഉണ്ടാക്കുന്ന രസഗുള ഇട്ട് വെക്കുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്, നമുക്കിത്ര മതി. ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ചൂടുണ്ടാവും, ശ്രദ്ധിക്കണം. നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാവേ. ഞാനിപ്പോൾ എടുക്കുന്നത് 1 ലിറ്റർ പാലാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന പനീറിൻ്റെ കട്ടി കൂടി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക ചെയ്യാവുള്ളൂ. പാലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പാൽ അധികം തിളച്ച് പോരെന്ന് പറഞ്ഞത്, പാല് തിളപ്പിച്ച് കഴിഞ്ഞാൽ പനീർ വെന്തു പോകും. വെന്തു പോയാൽ രസഗുളയ്ക്ക് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അതുകൊണ്ടാണ് പാലധികം തിളപ്പിക്കരുത്, വേവിക്കരുത് എന്ന് പറയുന്നത്. ഏകദേശം തിളയായി വരുന്നുണ്ട്. തിളയ്ക്കുന്ന പാടെ നമുക്കത് ഓഫ് ചെയ്യാം. തിള വന്നു, നമ്മളത് ഓഫ് ചെയ്യുവാണേ. ഓഫ് ചെയ്ത് കൊടുത്തു. നമുക്കിനെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഒന്ന് തണുത്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇത് പൊട്ടിച്ചെടുക്കാനുള്ള വിനാഗിരി ആക്കി എടുക്കാം. ഞാൻ 2 ടീസ്പൂണോളം വിനാഗിരി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അധികം വിനാഗിരി ഒഴിക്കണ്ട, അത്ര തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ആഡ് ചെയ്തു. നമുക്ക് ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതാണ് പനീർ. നോക്കട്ടെ, നന്നായിട്ട് നിളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ മാറി. നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം. ഇതിനോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു തുണി, ഒരു ടവൽ, കഴുകി വൃത്തിയാക്കി ടവൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ റെഡിയാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഈ പുളിപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി വിനാഗിരി ഒഴിച്ചല്ലേ, ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുക. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്കിനെ വൃത്തിയായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതിനെ ഡ്രെയിൻ ചെയ്തെടുത്തു. നമുക്കിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അധികം ഊറ്റിയെടുക്കേണ്ട, കാരണം നമുക്കിന്നെ ഉരുട്ടി എടുക്കേണ്ടതാണ്. പനീർ, നല്ല സോഫ്റ്റ് പനീർ റെഡിയാണ്. ഇപ്പോൾ ജസ്റ്റ് തണുത്ത് വരട്ടെ. നമുക്ക് തണുത്തിട്ട് നമുക്കിനെ ഒന്ന് മഷ് ചെയ്തെടുക്കണം. അത് നല്ല രീതിയിൽ നമ്മുടെ ഈ കൈയുടെ ഇവിടം കൊണ്ട് ശരിക്കും ഉടച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇങ്ങനെ ഉണ്ട്, ചൂടുണ്ട്. ഇങ്ങനെ ഫുള്ള് ഒരു 5 മിനിറ്റോളം ഉടച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ്. എത്ര സോഫ്റ്റാണോ അത്ര നമ്മുടെ രസഗുള സോഫ്റ്റായിട്ട് വരും. അങ്ങനെ വെച്ചിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ സോഫ്റ്റായി. എത്ര സോഫ്റ്റാണോ അത്ര നല്ലതാണ് കേട്ടോ. ഇപ്പം ഇതുവരെയുള്ള
സ്റ്റെപ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം പഞ്ചസാരയുടെ പാനി ഉണ്ടാക്കുക. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം. അതിനെ മാറ്റി വെക്കുക. ഏകദേശം 1 ലിറ്റർ പാല്. അതിനെ ഒന്ന് തിളപ്പിച്ച് അധികം വേവിക്കരുത്. വേവിച്ചാൽ പനീർ വെന്ത് പോവും. എന്നിട്ട് രസഗുളയ്ക്ക് സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. എന്നിട്ട് അതിനെ ഊറ്റിയെടുക്കുക. ഉടനെ തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കുക. കാരണം അതിൻ്റെ ആ വിനാഗിരിയുടെ പുളി പോകാനും പിന്നെ ഇതധികം വെന്ത് പോകാതിരിക്കാനും വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ്. പിന്നെ ഉടച്ചെടുത്തു. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് തിക്കാകാനൊക്കെ ആയിട്ട് കുറച്ച് മൈദയും കൂടെ ആഡ് ചെയ്തെടുക്കുക. 2 സ്പൂൺ മൈദ. 2 സ്പൂൺ മതി, ധാരാളം. എന്നിട്ട് ഇവനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ, ഇടത്തായി പോരുത്. അപ്പം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് മാറ്റണം. ഇതിനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടുക. അത് കഴിഞ്ഞ് ഷേപ്പാക്കി എടുക്കുക. ക്രാക്കുകളൊന്നും വരാൻ പാടില്ല കേട്ടോ. ക്രാക്കില്ലാതെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. വെക്കുക. ഇപ്പോൾ നമ്മുടെ രസഗുള ഉരുട്ടി കഴിഞ്ഞു. നമുക്കിനി ഈ ഉരുട്ടിയതെല്ലാം വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാൻ വേണ്ടി ഇനിയും നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര പാനി തന്നെയാണ്. അതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗ വെച്ചിട്ട് കത്തിച്ചെടുക്കാം. അതിലേക്ക് ഒരു പാത്രം വെക്കുക. അതിലേക്ക് നമുക്ക് ഏകദേശം 1 ഗ്ലാസ് ശരി ഏകദേശം 1 കപ്പിൻ്റെ അളവ് വരും കേട്ടോ. അതിലേക്ക് നമുക്ക് ഏകദേശം 1 കപ്പിൻ്റെ അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 5 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യാം. 1 2 5. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. അതിലേക്കിട്ടാണ് നമ്മൾ നമ്മുടെ രസഗുള വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച ആ ഏലക്ക അതൊരു ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവൻ ഇവിടെ നിന്ന് തിളക്കട്ടെ. നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കിട്ടണമെങ്കിൽ ഒന്ന് തിളച്ച് റെഡി ആയിട്ട് വരണം. ഇപ്പോൾ നമ്മുടെ ചാഷ്നി അത് പഞ്ചസാര പാനി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ബോളുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റോളം 15 വേണ്ട ഒരു 12 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്ക് പൊങ്ങി മുകളിലേക്ക് വരും. അന്നേരം നമുക്ക് ഈ മൈദയുടെ ചെറിയൊരു ലായനി ആഡ് ചെയ്ത് കൊടുക്കണം. 2 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കലക്കിയെടുക്കാം. വേറെ ഒന്നുമല്ല, അതിനൊരു ഗ്രേവിക്ക് ഒരു സപ്പോർട്ട് കിട്ടാനും പിന്നെ ഇതിട്ട് ചെയ്യുമ്പോഴല്ലോ ഈ കുമ്പളകൾ വരുന്നില്ലേ അതേറെ വരും. ഒത്തിരി വരുമ്പോൾ നമ്മുടെ ഈ രസമുള്ള എല്ലാ സൈഡിൽ നിന്നും വേഗം ഒരുപോലെ. നമുക്കതിലേക്ക് ഈ ഒരു മൈദ ആക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ ചെറിയ തീയിൽ തിളച്ച് പോവാതെ ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇങ്ങനെ പൊങ്ങി വരും. അന്നേരം ഒന്ന് തീ കുറച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ തുറന്നു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 15 മിനിറ്റ് ശരിയായിട്ട് വേവിച്ചെടുക്കുക. ഇത് എല്ലാ അർത്ഥത്തിലും എല്ലാ സൈഡിൽ നിന്നും നല്ല രീതിയിൽ വെന്ത് കിട്ടണം കേട്ടോ. 15 പൊങ്ങി വരുന്നത് അങ്ങനെ പൊങ്ങി വരണം. ഏകദേശം ഒരു 12-13 മിനിറ്റോളമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസഗുള ഏകദേശം നല്ല രീതിയിൽ വലവിൽ വെച്ചിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു നോർമൽ ടെമ്പറേച്ചർ വാട്ടറിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഇച്ചിരി ഐസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സാധാരണ കുറച്ച് വെള്ളം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രസഗുള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുണ്ട നല്ല സ്പഞ്ചി ആയിട്ടുണ്ട്. സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റാണ്. എനിക്ക് ആഹാ. ഇനി നമുക്കിങ്ങനെ ആദ്യം ഉണ്ടാക്കി വെച്ച പഞ്ചസാര ലായനിയിലേക്ക് മാറ്റാം. നമുക്ക് പഞ്ചസാര ലായനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഉണ്ടാക്കിയത് 1:1. ഇതിലേക്ക് നമുക്ക് ഈ രസഗുള ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ. എന്നാലേ എല്ലാവരും പഞ്ചസാരയുടെ മധുരം മുകളിലേക്ക് വരത്തുള്ളൂ. മിനിമം ഒരു 4 മണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ രസഗുള തയ്യാറായിരിക്കുകയാണ്. ഒരു 4 മണിക്കൂർ ഇതിനെ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നമ്മുടെ രസഗുള റെഡിയായിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഇസ് മിക്കോ സൈനിങ് ഓഫ്. ബൈ.